പൊന്നേ. അപ്പൊ മച്ചാമാരെ, മഴക്കാലമാണ്, മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഇടയ്ക്ക് ഇതുപോലത്തെ ലോട്ടറികളൊക്കെ നമുക്ക് അടിച്ചു കിട്ടൂട്ടാ. അപ്പൊ ഇത് ഏകദേശം ഒരു 25 കിലോ വരുന്ന ഒരു കട്ട്ള മീനാണ്. ഇത് ചൂണ്ടലൊന്നും കിട്ടിയാലട്ടാ, നല്ല ചീനവലയിൽ കിട്ടിയതാണ്. അപ്പൊ ഇവനെ വെച്ചിട്ട് ഒരു കിടുക്കാച്ചി പരിപാടി നമ്മളൊന്ന് ഒപ്പിക്കാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വാല് പിടിച്ച് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ മീൻകുട്ടനെ ആദ്യം ഒന്ന് ക്ലീൻ ആക്കി ചെതമ്പൽ കളഞ്ഞെടുക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക്. സാധാരണ മീനിന്റെ പോലെ അല്ല കേട്ടോ, ഇതിന്റെ ചെതമ്പല് നല്ല വലിപ്പമുള്ള ചെതമ്പലാണ്. അപ്പൊ നമ്മള് അതുകൊണ്ട് വലിച്ച് കളയാനുള്ള പരിപാടിയാണ് നോക്കുന്നത് കേട്ടാ. അപ്പൊ അതെ നമ്മുടെ ചെതമ്പലികൾ പട്ടപ്പട്ടാന്ന് അടുത്ത മഴയ്ക്ക് പോകുമ്പോൾ നമ്മൾ സെറ്റാക്കാണ്. ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് മീനെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ ചെതമ്പല കുത്തിയ മീനെ ഇനി ക്ലീൻ ആക്കാനുള്ള പരിപാടി നോക്കാം. സാധാ മീനേക്കാളും ഇതിന് ഇച്ചിരി ബൾബിളപ്പ് കൂടുതലാട്ടാ. നമ്മുടെ മീനിന്റെ ഉള്ളിലത്തെ സുനാപ്പികളൊക്കെ എടുത്ത് കളയാനുള്ള പരിപാടിയാണേ. ഓ മുട്ട, ഇതിൽ മുട്ടയുണ്ടാ. അമ്പ് ലോട്ടറി അടിച്ചല്ല, ഇന്ന് മുട്ട വറുത്തതും ചോറും. ഓ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിറയെ മുട്ടയാണെന്ന് തോന്നുന്നു കേട്ടാ. കാണുന്നത് ഇതിൻ്റെ മുട്ടയാണേ. അപ്പം അതേ നമ്മുടെ മീനിലുള്ള മുട്ട ഉണ്ടത് നമ്മൾ മുറിച്ചപ്പോൾ കുറച്ച് കത്തി കയറിയെങ്കിലും ഇത് കണ്ട. ഓ നോക്കിയേ എന്തോരം മുട്ട നോക്കിയേ. ഇത് നോക്കിയേ ലക്ഷക്കണക്കിന് മുട്ടകളാണ് ടൈം മീനിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇതെല്ലാം കുഞ്ഞുങ്ങളാവേണ്ടതായിരുന്നു. പക്ഷെ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മുടെ മീൻ ഡെഡായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ എന്തായാലും ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ബാക്കി ക്ലീനിങ് നോക്കാം. ഇനി എൻ്റെ ചെകിളപ്പൂ കണ്ടാ നോക്കിയേ എന്തൊരു വലുതാന്ന് നോക്കിയേ. ഇത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ളതാണ്. കണ്ടാ ശരിക്ക് ഒരു പൂ വിരിഞ്ഞിട്ടുള്ള അരിയില്ലേ. ഇനി നമ്മുടെ മീനിന്റെ ചിറക് വെട്ടാനുള്ള പരിപാടി നോക്കാട്ടാ. മുതുകത്ത മുള്ള് നമ്മൾ തൽക്കാലം ചെത്തിയം കളയണേ. ഇനി നമ്മുടെ മീൻ കുട്ടനെ നമുക്കൊന്ന് കഴുകിയെടുക്കാട്ടാ. മീനെ വരഞ്ഞെടുക്കാട്ടെ നമുക്ക്. അങ്ങനെ വരഞ്ഞെടുത്ത മീനിനെ മാറ്റി വെച്ചിട്ട് മസാലയ്ക്കുള്ള പരിപാടികൾ നോക്കാട്ടാ. ഇനി നമ്മുടെ സവാള അരിഞ്ഞെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ കണ്ണ് നീറുന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല കേട്ടാ. കാരണം മഴ ചെയ്തുകൊണ്ട് ആ ഗ്യാസൊക്കെ ഏതെങ്കിലും വഴിക്ക് പൊക്കോളും. മഴ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഇടയിൽ ഒരു തണുത്ത കാറ്റും വരും. അപ്പോഴാണ് നമ്മൾ വിറച്ചു പോകുന്നത്. നമ്മളെ ഇന്ന് എടുത്തേക്കുന്ന സാധനങ്ങളൊക്കെ ഓരോന്നും നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല, മഴ തന്നെ കഴുകി തരുന്നുണ്ട്. ഇനി നമ്മുടെ തക്കാളിയാണ്. ഇനി നമ്മുടെ ഇഞ്ചിയാണ്. ഇനി നമ്മുടെ തൊലി കളഞ്ഞു വെച്ച വെളുത്തുള്ളി ഉണ്ട്. ഇതൊന്ന് കൊത്തി എരിഞ്ഞെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കണമെങ്കിൽ ചതച്ചു കൊടുക്കാം കേട്ടോ. കൊത്തി എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഇനി നമ്മളുടെ കുക്ക് ചെയ്യാനുള്ള ഉരുളി എടുത്ത് സ്റ്റൗവിൽ കയറ്റാട്ടാ. ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാട്ടാ. നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാട്ടാ. കൂട്ടത്തിൽ കുറച്ച് കടുക്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല അടിപൊളി വേപ്പിലയാണ്.
ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഒന്ന് പെട്ടെന്ന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാട്ടാ. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാട്ടാ. ഇനി ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുക്കാട്ടാ. അരിഞ്ഞു വെച്ചാൽ നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാട്ടാ. അങ്ങനത്തെ വഴറ്റാനിട്ട് ഐറ്റംസ് ഒക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ്. ഇനി കുറച്ച് ഫിഷ് മസാല ഫ്ലേവറിന് വേണ്ടി മാത്രം കേട്ടാ. ഇനി ഇത് ഇളക്കി കൊടുക്കാട്ടാ. നമ്മുടെ മസാലയൊക്കെ നല്ലോണം മൂത്ത് കിട്ടണം നമുക്ക്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ലോണം മൂക്കാനായിട്ട് ഇട്ടിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ പുളി കുതിരാനായിട്ട് വെച്ചാർന്ന കേട്ടോ. അപ്പൊ നമ്മുടെ കുതിരാൻ വെച്ച പുളിയും വെള്ളം കൂടി നേരെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മസാല നോക്കി നല്ല അടിപൊളി പരുവത്തിലേക്ക് വന്നിട്ടുണ്ടേ. അപ്പൊ ഇനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് നമ്മള്. നമ്മുടെ മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന്, മുങ്ങിയല്ല പകുതി മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടേ. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടാ. അപ്പൊ ഇന്നത്തെ മീൻകറിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ മീനെ നമ്മൾ അങ്ങനെ തന്നെ കറി വെച്ചെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ മീനെ നേരെ പതിയെ മീൻകറിയിലേക്ക് അങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുക്ക. അങ്ങനെ നമ്മുടെ മീനെ മുഴുവനായിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി മോൾ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് മസാലയൊക്കെ ഒഴിച്ച് സെറ്റാക്കി കൊടുക്കാട്ടാ. നോക്കി നമ്മുടെ മീൻകുട്ടൻ്റെ മേത്ത് നമ്മൾ കോരി ഒഴിപ്പിച്ച് കുളിപ്പിച്ച് വേവിച്ചെടുക്കുകയാണേ. ഇനി കുറച്ചു നേരം നമ്മുടെ മീനെ മൂടി വെച്ചൊന്ന് വേവിക്കേട്ടാ. അങ്ങനെ ഒരു അരമണിക്കൂറായി നമ്മുടെ മീനെ നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ട് ഉള്ളിലെ അവസ്ഥ എന്താന്ന് നോക്കാട്ടാ. അപ്പൊ നല്ല ചൂടായിരിക്കും മൂടി. അടിപൊളി നോക്കിയേ, വെട്ടിത്തിളക്കേണ്ട നമ്മുടെ മീൻകറി, ഒരു രക്ഷയില്ലാട്ട്. നമ്മളിത് കറി ഉണ്ടാക്കുമ്പോ തന്നെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. മഴ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റൂല, ചാറുകറിയായിട്ട് കഴിക്കേണ്ടി വരും. കാരണം വെള്ളം ഇതിലേക്കായിട്ട് വീടോട്ടിരിക്കേ. നമ്മുടെ മീൻ വറ്റിക്കണത് മീൻകറിയായിട്ട് കഴിക്കേണ്ടി വരുന്ന തോന്നണേ. കാരണം നല്ല കാറ് കെട്ടി മഴ വരുന്നുണ്ട്. എന്തായാലും നോക്കാം മീൻകറിയാണോ മീൻ വറ്റിച്ചതാണോ കഴിക്കാൻ പറ്റാതെ. കണ്ട നമ്മുടെ മീൻ തിളക്കണ നോക്കിയേ, നല്ല കൊത 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 കൊത്ത കൊത എന്ന് പറഞ്ഞോണ്ട്. നമ്മുടെ മീൻ്റെ അടിഭാഗം മാത്രമേ ശരിക്കും വെള്ളത്തിൽ മുങ്ങി കിടക്കണുള്ളൂ. അപ്പം മോൾ ഭാഗം വേവാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ നല്ല തിളച്ച
മീനിന്റെ ചാറെടുത്ത് നമ്മൾ ഈ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിയേ നമ്മളുടെ മീനൊക്കെ നല്ല രീതിക്ക് വറ്റി സെറ്റായിട്ടുണ്ട്. എന്തായാലും കുറച്ച് ചാറ് നമുക്ക് വേണ്ടേ, അപ്പൊ ഇത്തിരി കുളം ചാറ് നമ്മൾ നിർത്തിയിട്ടാണ് നമ്മളുടെ മീനെ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇതേ ഇറക്കി വെക്കാല്ലേ. എടാ മക്കളെ ഇറക്കാറേ, ഇങ്ങ് പോര്. അടിക്കാമോ അടിക്കടിയാറുമൽ സാമി അങ്ങനെ മക്കളെ നമ്മളുടെ അടിപൊളി വറ്റിച്ച കട്ട്ള മീനും കൊണ്ട് നമ്മൾ പോവാട്ടാ. എന്തിനാന്നറിയോ? കഴിക്കാൻ, വേറെ എന്തിനാ. അപ്പൊ സംഭവം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ തൊട്ട നല്ല ചൂടായിരിക്കും. നല്ലൊരു സ്ഥലം കിട്ടിയാ അവിടെ വെച്ച് അപ്പ കഴിക്കണ്. 25 കിലോയുടെ മീൻ നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ പോവാണ്. അങ്ങനെ നല്ല കൊടംപുളിയിട്ട് വറ്റിച്ച കട്ട്ള മീൻ എന്നെ കഴിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ സ്മെല്ലൊക്കെ തന്ന് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഇനി ഇതേ അധികം പറഞ്ഞു നീട്ടുന്നില്ല. നമ്മളുടെ ഈ കാണുന്ന കട്ട്ള മീനെ നമ്മൾ കഴിക്കാൻ പോവാണ് മക്കളെ. ഇനി നമ്മൾ മാത്രമേ കഴിക്കാനുള്ളൂ. തകർത്തോ. ഓ നല്ല ചൂടുണ്ട്. ഓ എന്റെ പൊന്നു നോക്കി, നല്ല സോഫ്റ്റ് പഞ്ഞിക്കട്ട പോലെ ഇരിക്കുന്ന സോഫ്റ്റ് മീൻ. പാത്രമൊക്കെ എടുത്തല്ലേ അത്. കുറച്ച് ചോറിലിട്ട് കഴിച്ചാലോ. മോനെ ഒരു രക്ഷയില്ല, ചൂടാട്ടാ ചൂട്. ആ പഞ്ഞിക്കട്ട പോലത്തെ മീൻ. സൂപ്പർ. അതിങ്ങനെയല്ല തിന്നണ്ടേ. ഇറച്ചിയുടെ അവിടെ നിന്ന് എടുക്കാം, എന്നിട്ട് ഗ്രേവി കൂട്ടാം. ഗ്രേവി കൂട്ടി അടിക്കാം. ഗ്രേവിയും കൂട്ടിയിട്ട് ഇതും വെച്ചിട്ട് കുറച്ച് ചോറിട്ടിട്ട് മോനാ മീൻ പറ്റിച്ചത് ഒരു രക്ഷയില്ല. ഞാൻ വേറെ സാധനം കടിച്ചേട്ടെ. നല്ല ഫാറ്റി ആയിട്ടുള്ള ഒരു പീസാണ് മതി ഇത്. എൻ്റെ പൊന്നോ, ഫുൾ ഓഫ് ഫാറ്റ്. എന്ന് എനിക്ക് ഇല്ലെടുക്കുമ്പില്ലേ നല്ല സോഫ്റ്റ് ആയിരിക്കട്ടെ. മീറ്റ് നോക്കി, സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സോഫ്റ്റാ. ചാറ് കൂട്ടി കഴിക്കണം. വേറെ സാധനം കാണിച്ചിട്ട് പറയണേ. ഇത് കണ്ട മീൻതല ഉണ്ടോ നീ? ഇത് ഇങ്ങനെ എടുത്തിട്ട് ഓ മൊത്തം പൊളിഞ്ഞു പോയിട്ടാ. മീൻ്റെ തല അങ്ങനെ പൊളിഞ്ഞു പോയി അമ്മാതി. ഓ ഓക്കെ, അവിടുത്തെ മീറ്റൊക്കെ പറഞ്ഞില്ലേ പഞ്ഞിയാണ്, പഞ്ഞി. അത് നമ്മൾ ഇച്ചിരി മസാലയൊക്കെ കൂട്ടി എൻ്റെ വാരിയെല്ലാം മുള്ളണ്ടത്. അമ്പോ ഓക്കെ നോക്കിയേ, ഈ വലിപ്പോട്ടെ വാരിയലിൻ്റെ മുള്ളിന്. കണ്ണ് കണ്ണില്ല നിനക്ക്, ഇരുട്ടായതുകൊണ്ടായിരിക്കും. ഓ ചൂട് മാറിക്കഴിഞ്ഞാൽ കിള്ളിയെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ചൂട് മാറിക്കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അലിഞ്ഞു വേണ്ട. മോനെ വയറിഞ്ഞില്ലേ? വയറിഞ്ഞൊന്നും പറയില്ല. വിശപ്പ് തീർന്നാലും പറയാത്ത മുതലാണത്. സംഭവം ഒരു 7 കിലോ മീൻ നമ്മളിപ്പോൾ തന്നെ കഴിച്ചു തീർത്തുണ്ട്. ഇത് മുഴുവൻ കഴിച്ചു തീർത്ത് വരുമ്പോൾ നാളെ ആവുമെന്ന് തോന്നുന്നു. തീർക്കും, നമ്മൾ തീർക്കും. നേരെ കത്തി മുള്ളും വെച്ച് കഴിക്കണണ്ട. കത്തിയില്ല, മുള്ളു മാത്രം. മീനിന്റെ മുള്ളു വെച്ച് മീൻ കഴിക്കണ ഒരു പ്രത്യേക തരം സെറ്റ്. ഓ ശിഷ്വാൻ. ഓ ഇത് ചൂടാറിക്കഴിഞ്ഞാ ഓക്കെ കണ്ട ചൈനക്കറി കഴിക്കണമെങ്കിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് അടിപൊളി.
അങ്ങനെ ഒരു പകുതിയോളം മീൻ നമ്മൾ കഴിച്ചു തീർത്തു. ഇനിയിപ്പോൾ ഔട്ട്രോ പറഞ്ഞ് ഇന്നത്തെ പരിപാടി നിർത്താൻ നേരായി. കാരണം കാലത്ത് തുടങ്ങിയ പരിപാടിയാണ്. നല്ല മഴ കൊണ്ട് എന്തായാലും ജലദോഷവും പനിയും വരുന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മക്കളെ എങ്ങനെയുണ്ട് നമ്മളുടെ ഇന്നത്തെ കട്ട്ല ഫിഷ്? അടിപൊളി. എല്ലാവരും പ്ലേറ്റുമ്പോൾ കൊട്ടാനായിട്ട് എടുത്തേണം സാധനം തട്ടാ ചെണ്ട തലയുടെ ഉള്ളിൽ തലച്ചോറുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ പ്രവീൺ മച്ചാൻ നമ്മൾ ഫിഷ് കൊടുക്കാൻ വിളിച്ചായിരുന്നു. പക്ഷേ പ്രവീൺ മച്ചാൻ ഇപ്പോൾ നല്ലൊരു കോസ്റ്റ്യൂമിലാണ്. അതുകൊണ്ട് പ്രവീൺ മച്ചാൻ ഇപ്പോൾ കഴിക്കാൻ വരുന്നില്ല. ഇംഗ്ലീഷുകാരുടെ കോസ്റ്റ്യൂമിലാണ് പ്രവീൺ മച്ചാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീൺ, അതുപോലെ ടീം M4 ടെക്കിനോടൊപ്പം പി ജോ ജോസഫ് സൈനിങ് ഔട്ട്.